2021 ഗുരുവായൂരിലും CPM BJP ഡീൽ എന്ന വെളിപ്പെടുത്തലുമായി KNA ഖാദറിന്റെ ആത്മകഥ. ഡീലിന് ചുക്കാൻ പിടിച്ചത് പിണറായി വിജയനെന്നും ആത്മകഥയിലെ ആരോപണം. വ്യാകരണമില്ലാത്ത ജീവിതം എന്ന ആത്മകഥയിലാണ് അന്നത്തെ UDF സ്ഥാനാർത്ഥിയായിരുന്ന KNA ഖാദറിന്റെ ആരോപണങ്ങൾ. പുസ്തകത്തിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന്. അരുൺ അമൃനാഥ് വിവരങ്ങളുമായി ടെലിഫോൺ ലൈനിൽ ചേരുന്നു. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ പുസ്തകത്തിന്റെ പകർപ്പിൽ എന്തൊക്കെയാണ് പറയുന്നത്? മാതൃഭൂമി ബുക്സ് തന്നെയാണല്ലോ ഈ പുസ്തകം ഇന്ന് പുറത്തിറക്കുന്നത്. ഹലോ മോത്തി, മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന പുസ്തകത്തിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങളുള്ളത്. ഇപ്പോൾ നിലവിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഡീൽ ആരോപണങ്ങളിലേക്കാണ്. 2021 അത്തരത്തിലൊരു ഡീൽ നടന്നു എന്ന തരത്തിലുള്ള ഒരു ആരോപണവുമായി KNA ഖാദർ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് അന്ന് ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി പത്രിക തള്ളിയിരുന്നു. BJP സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയിരുന്നു. അങ്ങനെ BJP ഒരു സ്വതന്ത്രനെ പിന്തുണയ്ക്കാനാണ് തീരുമാനിച്ചത്. BJPക്ക് 25,000-30,000 വരെ വോട്ട് ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ആ സ്വതന്ത്രന് കിട്ടിയത് വെറും 6,000 വോട്ടാണ്. അപ്പോൾ അത്തരത്തിൽ K. സുരേന്ദ്രൻ, അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രന്റെ ഒപ്പില്ല എന്ന കാരണത്താലാണ് ഈ പത്രിക തള്ളിയത്. പത്രിക നൽകുന്നതിനെ കുറിച്ച് നല്ല ധാരണയുള്ള സ്ഥാനാർത്ഥിയൊക്കെയാണ് അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ഡീലിന്റെ ഭാഗമായാണ്. അപ്പോൾ പിണറായി വിജയൻ ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ട് ഈ BJP വോട്ടുകൾ CPM-ൽ എത്തിക്കാനുള്ള ശ്രമം നടന്നു. ആ ഡീൽ ഉറപ്പിക്കുക വഴിയാണ് ഇത്തരത്തിലൊരു വിജയം LDF-ന് അവിടെ സമ്മാനിച്ചത്. BJP-യുടെ ഭൂരിഭാഗം വോട്ടുകളും CPM-ലേക്ക് എത്തി എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് KNA ഖാദറിന്റെ ഈ ഒരു പുസ്തകത്തിൽ വ്യാകരണങ്ങളില്ലാത്ത ജീവിതം എന്ന ഫൗമി റഹ്മാനി പകർത്തിയ ഈ ആത്മകഥയിലുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ കണക്കുകൾ സഹിതം അദ്ദേഹം അതിന്റെ കാരണങ്ങളും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് ആണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. മാതൃഭൂമി ബുക്സിന്റെ വ്യാകരണങ്ങളില്ലാത്ത ജീവിതം എന്നാണ് പുറത്തിറങ്ങുന്നത്. മോത്തി, ശരി, ഇന്നാണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. അരുൺ അമൃനാഥാണ് ഇതിന്റെ വിശദവിവരങ്ങൾ പങ്കുവച്ചത്. ഈ പുസ്തകത്തിലാണ് വളരെ കൃത്യമായി പറയുന്നത് ഈ ഡീലിന്റെ കഥ. CPM BJP ഡീൽ ഉണ്ട് എന്ന കാര്യം ഈ ആത്മകഥയിലാണ് വ്യക്തമാക്കുന്നത്. വ്യാകരണങ്ങളില്ലാത്ത ജീവിതം എന്നതാണ് ആത്മകഥയുടെ പേര്.